സംസ്ഥാനത്ത് കാലവർഷം എത്തി 15 വർഷത്തിന് ശേഷമാണ് കാലവർഷം ഇത്ര നേരത്തെ കേരളത്തിൽ എത്തുന്നത്. ഐഷുത്തുൽ ഷംനയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷംന സൂചിപ്പിക്കുന്നത് പോലെ സാധാരണ ജൂൺ 1 അല്ലെങ്കിൽ അതിനുശേഷമൊക്കെയാണ് കാലവർഷം എത്തുന്നത്. സ്കൂൾ തുറക്കുമ്പോഴാണ് പലപ്പോഴും മഴയും എത്താറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കാലവർഷം എത്തുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ശക്തമായ മഴ ഇത്തവണ കാലവർഷത്തിന് ലഭിക്കും എന്നാണ് പ്രവചനം? അഭിലാഷെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായി കേരളത്തിൽ ഇത്ര നേരത്തെ മഴ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായാണ് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ മഴ എത്തുന്നത്. ആദ്യഘട്ടങ്ങളിൽ പ്രവചിച്ചിരുന്നത് മെയ് 27 കാലവർഷം എത്തുമെന്നായിരുന്നു. പക്ഷെ അതിലും വളരെ നേരത്തെ തന്നെ 24 തന്നെ എത്തിയിരിക്കുന്നു. ഇന്നും ഏകദേശം വൈകിട്ടോടു കൂടിയാണ് മൺസൂൺ തീരം തൊടുക എന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ തന്നെ തീരം തൊട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിൽ അങ്ങനെ ഇന്ന് മുതൽ മഴക്കാലമാണ്, ഇനിയൊരു മഴക്കാലമാണ്, മൺസൂൺ എത്തി എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നതും. എന്തായാലും അതിതീവ്ര മഴ അത് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തുടരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. ഈ ന്യൂനമർദ്ദം ഇന്ന് അല്പസമയത്തിന് ശേഷം ഇത് കൊങ്കൺ തീരം തൊടും എന്നതാണ്. അത് തന്നെ അതിതീവ്ര ന്യൂനമർദ്ദമായി കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപം കൊണ്ടത്. അതിനുശേഷം തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും അത് ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടാണ് കര തൊടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി മഴ കനക്കും. ഒപ്പം ഇപ്പോൾ ഇതാ മൺസൂൺ കൂടി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയായിരിക്കും എന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. കേരളത്തിന് മാത്രമല്ല, ഗോവ, തമിഴ്നാട്, കർണാടക തീരങ്ങൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. ഗോവയിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം വടക്കൻ ഗോവയ്ക്ക് മുകളിലായിട്ടായിരുന്നു, ഗോവ തീരത്തിന് മുകളിലായിട്ടായിരുന്നു ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഗോവയിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേരളത്തിൽ ഇന്ന് 2 ജില്ലകൾക്കാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. എന്നാൽ ഈ അറിയിപ്പ്, ഈ റെഡ് അലർട്ട് എന്നുള്ളത് 2 ജില്ലകൾക്ക് എന്നുള്ളത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ ഈ അലർട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. നാളെ മലപ്പുറം മുതലുള്ള വടക്കൻ ജില്ലകൾക്കൊക്കെ, മലബാർ ഏരിയയിലൊക്കെ കനത്ത മഴയായിരിക്കും, അതിതീവ്ര മഴയായിരിക്കും എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും മൺസൂൺ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മൺസൂൺ എത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് മഴ കനക്കുന്നു, നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മൺസൂൺ ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഇന്നലെ ഈ വേനൽ മഴ പെയ്തതോടുകൂടി തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇനി ഇതാ മൺസൂൺ കൂടി കനക്കും. പ്രത്യേകിച്ച് ഇത്തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷത്തിന് ശേഷം ആദ്യമായാണ് മഴക്കാലം ഇത്ര നേരത്തെ എത്തുന്നത്. ഒപ്പം തന്നെ ഈ മൺസൂണിന്റെ പ്രത്യേകത, ഇത് വടക്കൻ കേരളത്തിലാണ് ആദ്യം എത്തുന്നത് എന്നതാണ്. സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിൽ മഴ എത്തിയതിനു ശേഷം അത് വടക്കൻ കേരളത്തിലോട്ട് വ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. വടക്കൻ കേരളത്തിലാണ് മൺസൂൺ ആദ്യം തീരം തൊടുന്നത്. അതിനുശേഷം മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മൺസൂൺ എത്തി എന്നതിനൊപ്പം തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി തീരം തൊട്ടു എന്നതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ വരുന്നത്. എന്തായാലും മഴക്കാലം, ഇനിയുള്ള മഴക്കാലം അത് ശക്തി പ്രാപിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, വളരെ ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ മഴ അതായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരിടവേളയിൽ മഴ നേരിയ മഴയായി മാറും, അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യും, അതും അതിതീവ്ര മഴയായിരിക്കും. ഒപ്പം വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ആ മഴ പെയ്യുകയുള്ളൂ. പക്ഷെ അത് കൂടുതലായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നേരത്തെ തന്നെ വിവിധ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചിരുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന്
സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുണ്ട്. ഈ രാത്രികാലങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, തലസ്ഥാനത്ത് ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ അതിശക്തമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് വലിയ നാശനഷ്ടം ഉണ്ടായതും. അത് വരും ദിവസങ്ങളിലും തുടരും. രാത്രികാലങ്ങളിൽ മഴ ശക്തമാകും, കാറ്റ് ശക്തമാകും. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകളിലടക്കം നിയന്ത്രണം വേണം. ഒപ്പം കള്ളക്കടൽ, ഉയർന്ന തിരമാല, ഇത്തരം സാഹചര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദ സഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, ഒഴിവാക്കണം. അതുപോലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. കൂടുതൽ മഴ ചുരുങ്ങിയ അളവിൽ ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മിന്നൽ, പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട്. ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അഭിലാഷ്, എന്തായാലും ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരതൊട്ടു. ഒപ്പം തന്നെ കേരളത്തിൽ മൺസൂൺ എത്തി. 15 വർഷത്തിനിടെ കേരളത്തിൽ ആദ്യമായി നേരത്തെ മൺസൂൺ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പശ്ചാത്തലം